വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് പൊതുനിയമപ്രകാരം മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ ബി നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മതേതര നിയമത്തിനു മുകളിൽ മറ്റ് നിയമങ്ങൾ നിലനിൽക്കില്ലെന്നും സുപ്രീംകോടതി. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയ ചേരുന്നു. ഷബ്ന, ഈ വിവാഹം ഏത് തരത്തിൽ ഉള്ളതാണെങ്കിലും, അത് മതനിയമപ്രകാരമുള്ള വിവാഹമാണെങ്കിലും ഈ ഒരു ഉത്തരവ് ബാധകമാകുമോ? എന്താണ് ഈ നിർണായകമായ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ലക്ഷ്മി, വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് പൊതു നിയമപ്രകാരം മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാം എന്ന സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുൻ ഭാര്യയ്ക്ക് 10,000 രൂപ ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഭർത്താവ് സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരത്തിൽ ഉത്തരവ്. ജസ്റ്റിസുമാരായ ബി നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഇപ്പോൾ ഈ ഉത്തരവ്. മറ്റ് സ്ത്രീകളെ പോലെ മുസ്ലിം സ്ത്രീകൾക്കും ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 125 പ്രകാരം ഇത്തരത്തിൽ ജീവനാംശം വാങ്ങാം, അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ട് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ ഹർജിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് 1986 മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് വിവാഹമോചിതയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് തന്നെ പൊതു നിയമപ്രകാരം ഇത്തരത്തിൽ വ്യക്തി നിയമപ്രകാരം വിവാഹമോചനം നേടിയ ഒരാൾക്ക് പൊതു നിയമപ്രകാരം ജീവനാംശത്തിന് അർഹതയില്ല എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ ഇപ്പോൾ കോടതി ഇത് തള്ളിയിരിക്കുന്നു. വ്യക്തി നിയമപ്രകാരമാണെങ്കിലും വിവാഹമോചനം നേടിയ സ്ത്രീ ആണെങ്കിലും ജീവനാംശത്തിന് അർഹതയുണ്ട്. ഇത്തരത്തിൽ ജീവനാംശം നൽകണം എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. നേരത്തെ കുടുംബ കോടതിയാണ് ഈ പ്രതിമാസം 20,000 രൂപ ഇടക്കാല ജീവനാംശം നൽകാനായിരുന്നു കുടുംബ കോടതി ഈ ഹർജിക്കാരനോട് പറഞ്ഞത്. 2017 മുസ്ലിം വ്യക്തി നിയമപ്രകാരമാണ് ഈ ദമ്പതികൾ വിവാഹമോചനം ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നീട് അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഹൈക്കോടതിയാണ് 10,000 രൂപയാക്കി മാറ്റിയത്. അതുപോലെ 10,000 രൂപയാക്കി മാറ്റുകയും കുടുംബ കോടതിയോട് ഈ കേസ് 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. കാരണം വ്യക്തി നിയമപ്രകാരം വിവാഹമോചനം നേടി പിന്നീട് ജീവനാംശം നൽകാൻ സാധിക്കില്ല എന്ന് പറയുകയും സുപ്രീം കോടതി ഇപ്പോൾ പൊതു നിയമപ്രകാരം, അതായത് CRPCയുടെ സെക്ഷൻ 125 പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് പൊതു നിയമപ്രകാരമുള്ള വിവാഹവും വിവാഹമോചനവും മാത്രമല്ല, വ്യക്തി നിയമപ്രകാരമുള്ള ഇത്തരത്തിലുള്ള വിവാഹത്തിലും വിവാഹമോചനത്തിലുമെല്ലാം ഇത് ബാധകമാകുന്നു എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉത്തരവിൽ? ലക്ഷ്മി, മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ഈ മുസ്ലിം വിവാഹത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമമുണ്ട്. പ്രത്യേകിച്ച് ഷബാനു കേസിന്റെ അടിസ്ഥാനത്തിൽ വന്ന നിയമമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമം നിലനിൽക്കെ തന്നെ ഇങ്ങനെ ഒരു മുസ്ലിം സ്ത്രീ വിവാഹമോചിതയായാൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് CRPCയുടെ 125 സെക്ഷൻ പ്രകാരവും ഈ ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു നിരീക്ഷണവും അത്തരത്തിലുള്ള ഒരു ഉത്തരവും തന്നെയാണിത്. തീർച്ചയായും വലിയ സാമൂഹ്യ പ്രാധാന്യമുള്ള ഉത്തരവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് പൊതു നിയമപ്രകാരം മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. മതേതര നിയമത്തിന് മുകളിൽ നിൽക്കുന്നതല്ല മറ്റ് നിയമങ്ങൾ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന.